എൻ്റെ പേര് അമൽ എന്നാണ്. ഞാനിപ്പോൾ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ ഫുൾ ടൈമറായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 2023 ആദ്യമായിട്ട് ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വരുന്നത്. കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതം മറിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ പെരുമ്പാവൂർ ഒരു കമ്പനി വർക്ക് ചെയ്യുന്ന സമയത്താണ് എബേഡിനെ കുറിച്ച് അറിയുന്നത്. ഞാനൊന്ന് വിചാരിച്ചിട്ടുണ്ട്, എന്താണ് എബേഡ് 71, എന്താണ് യുവജന ധ്യാനം. അതെനിക്ക് ഏറ്റവും കൂടുതൽ വ്യക്തമായത് ധ്യാനം കൂടിയ സമയത്തായിരുന്നു. താല്പര്യമില്ലാതാണ് വന്നെങ്കിൽ പോലും ഞാൻ ആ ധ്യാനകേന്ദ്രത്തിൽ എങ്ങനെ പിടിച്ചു നിന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഒരു ഹല്ലേലൂയ പറയാനോ ഒന്ന് കാല് മാറ്റി ചവിട്ടാനോ പറയുമ്പോൾ പോലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. കാരണം ആ ധ്യാനത്തിലൂടെ എൻ്റെ ജീവിതം മറിയുമെന്ന് പിശാചിന് ശരിക്കും അറിയായിരുന്നു. അതുകൊണ്ട് എന്നെ അവിടെ നിന്ന് പിൻവലിക്കാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. ഓരോ ദിവസവും ഞാൻ കയ്യിൽ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഈ ധ്യാനം കഴിഞ്ഞ് പഴയതുപോലെ ലോഹമോഹങ്ങളിൽപ്പെട്ട് ജീവിതം ആശ്രയിച്ച് മുന്നോട്ട് പോകണമെന്ന്. സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞത് 1-ാം പ്രമാണത്തിന് എതിരായിരുന്നു. കാരണം എനിക്കാണെങ്കിൽ ദൈവത്തിനേക്കാളും സ്ഥാനം എൻ്റെ ജീവിതത്തിൽ താരങ്ങളോടായിരുന്നു. MS ധോണിയോടും മമ്മൂട്ടിയോടൊക്കെ ആയിരുന്നു താരങ്ങൾ. എനിക്ക് കൂടുതലും സ്പോർട്സിനോടാണ് കമ്പം. ക്രിക്കറ്റൊക്കെ വരുമ്പോഴും ഞാൻ മണിക്കൂറോളം ടിവിയുടെ മുമ്പിൽ ചിലവഴിക്കാറുണ്ട്. പള്ളിയിൽ പോകാനോ അല്ലെങ്കിൽ വീട്ടിൽ ജപമാല ചെല്ലുന്ന സമയത്തൊക്കെ ഞാൻ പരമാവധി കിടന്നുറങ്ങാനും അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഗ്രൗണ്ടിൽ പോയി ക്രിക്കറ്റ് കളിച്ച് തിരിച്ചു വന്നായിരുന്നു എൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ 2023 ആഗസ്റ്റ് ഫസ്റ്റ് നടന്ന എബേഡ് 71 എൻ്റെ ജീവിതത്തിൽ എന്നെ കർത്താവ് സ്പർശിക്കുന്നത്. ഫോൺ അഡിക്ഷനും സിനിമ അഡിക്ഷനൊക്കെ ആയിട്ട് നടന്ന എന്നെ കർത്താവ് ശരീരവിശുദ്ധിയിലൂടെയാണ് തിരിച്ചു കൊണ്ടിരുന്നത്. അത്ര നാളും എൻ്റെ ജീവിതത്തിൽ ഞാൻ ശൂന്യമായ അവസ്ഥയിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ 24-ാം വയസ്സിലാണ് എനിക്ക് കർത്താവിന് വേണ്ടി കൂടുതൽ തീക്ഷ്ണതയോടെ ശുശ്രൂഷയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പണിച്ചൻ പറഞ്ഞു, പ്രേഴ്സിനാകാൻ താല്പര്യമുള്ള കൈവെക്കാൻ പറഞ്ഞിട്ട് പോലും ഞാൻ ശുശ്രൂഷയ്ക്ക് താല്പര്യം പോയൊരു വ്യക്തിയായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് കർത്താവ് എനിക്ക് ശരീരവിശുദ്ധി നൽകി ഈ ശുശ്രൂഷയിലേക്ക് എന്നെ തിരഞ്ഞെടുക്കുന്നത്. അത് കഴിഞ്ഞ് എബേഡിൻ്റെ ഫോളോപ്പായ നൈറ്റ് വിജിലൂടെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന്. നൈറ്റ് വിജിലിന് വരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഒരു മരിച്ച വീട്ടിൽ കയറി ചെല്ലുന്ന അവസ്ഥയിലൂടെ ഞാൻ ചെല്ലുന്നത്. കാരണം അത്രയ്ക്കും ആക്റ്റീവായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ചെല്ലുമ്പോൾ വിഷമിച്ചാണ് ചെന്നുകൊണ്ടിരുന്നത്. അന്ന് ആ നൈറ്റ് വിജിൽ കൂടി ഈ ശുശ്രൂഷയിൽ നിന്ന് പിന്മാറുന്നുള്ള രീതി ചെന്നപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ആ നൈറ്റ് വിജിൻ്റെ അവസാനം ഒരു പാട്ട് പാടുന്നത്, പ്രാണപ്രിയൻ തൻ്റെ ചങ്കിൽ ചോര കണ്ട് നിന്നെയും വീണ്ടെടുത്തുന്ന. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ചെന്ന് പിറ്റേ ദിവസം യാദൃശ്യം എനിക്ക് പള്ളിയിൽ പോയപ്പം അവിടെ വചനം എഴുതി വെച്ചേക്കാണ്, ഞാൻ നിനക്ക് വേണ്ടിയാണ് മരിച്ചത്, നീ എനിക്ക് വേണ്ടി ജീവിക്കാമോ എന്ന്. അത് കഴിഞ്ഞ് ഞാൻ എബേഡ് 71 പ്രേഴ്സിനായിട്ട് വരാണ്ട് 72-ലൂടെയാണ് ഞാൻ പ്രേഴ്സിനായിട്ട് കടന്നു വരുന്നത്. 2023 73-ാമത്തെ ധ്യാനത്തിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് പ്രേക്ഷിതയിലേക്ക് വരുന്നത്. അന്ന് തൊട്ട് എല്ലാ എബേഡിലും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്ന് പ്രേക്ഷിത വേല ചെയ്യാൻ കർത്താവിനെ ഒരുക്കി.